ചില ആനകളൊക്കെ കുട്ടിക്കാലത്ത് കുറച്ച് വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഗുരുവായൂർ കേശവനെ പറ്റി അങ്ങനെ പറയാറുണ്ട്. അതിന് പ്രാന്തുണ്ടായിരുന്നു, കുറേ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. ആ ഗുരുവായൂർ അമ്പലത്തിലെത്തിയതിന് ശേഷം അതിൻ്റെ സ്വഭാവമൊക്കെ കുറേ നന്നായി. ഈ ദേവിദാസനും അതിൻ്റെ ചെറുപ്പത്തിൽ അല്പം വികൃതിയൊക്കെ കാട്ടിയിട്ടുള്ള ഒന്നാണ്. ദേവീക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം അതെങ്ങനെയോ കുറേ കൂടി ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടോ ദേവിയുടെ അനുഗ്രഹം കൊണ്ടോ എന്തൊക്കെ ആയാലും അത് കുറേ കൂടി സൽസ്വഭാവമായി മാറുകയും ചെയ്തു. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കിയിട്ട് ഇപ്പോൾ 9.25 അടി അത്രയൊക്കെ അടി ഉയരമുണ്ട്. ഇനിയും അത് നന്നാവുന്ന ഒരാനയാണ്. അതിൻ്റെ പുതിയ ചരിത്രങ്ങളെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതപ്പാട് നിൽക്കുമ്പോൾ നമ്മളെ കെട്ടിയ 4-ാം ദിവസം ആന ഓടിക്കും. 4 ദിവസം കഴിയുമ്പോൾ ഓടിക്കും. അത് കൃത്യമാണ് എല്ലാവർക്കും. കൃത്യം. അത് കെട്ടിയ 4-ാം ദിവസം ആന ഇവിടെ ചെമ്പൂത്ര വന്നപ്പോൾ ഞാൻ കെട്ടാൻ തുടങ്ങിയത് ആനേനെ. അതിന് മുമ്പ് കെട്ടാറില്ലായിരുന്നു. ഒരു 10 ദിവസം ആ പറ്റുനീര് മാത്രം ആനയൊക്കെ പിടിച്ചിട്ടാറുള്ളൂ. അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് കെട്ടിത്തുടങ്ങിയത് കെട്ടിത്തുടങ്ങിയത് ചെമ്പൂത്ര അമ്പലത്തിൽ ആന മേടിച്ച പിന്നെ. എത്ര മാസം നിൽക്കും മതപ്പാടിൽ? 3 മാസം. 3 മാസം നിൽക്കും. അപ്പോൾ നീര് ആനയുടെ മകരം മാസത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആനയുടെ നീര് മാറി. അത് മാറി കിട്ടി. നേരത്തെ സീസണിൽ നീരുള്ള ആന. സീസണിൽ മകരം മാസത്തിലാണ് നീര്. ശിവരാത്രിയെ കഴിഞ്ഞിട്ട് ആന കഴിക്കാറുള്ളൂ. എപ്പോഴാണ് ഇവനോട് ഏറ്റവും കൂടുതൽ നമുക്ക് നന്ദി സ്നേഹം തോന്നിയിട്ടുള്ളത്? എപ്പോഴായിരിക്കും നന്ദി സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും സ്നേഹമാണ് പുള്ളിയായിട്ട്. ഇവിടെ ഫസ്റ്റ് കൊല്ലം മേടിച്ചെന്ന് ഞാൻ ഇച്ചിരി വെള്ളം അടിച്ച് ഇച്ചിരി ഓവറായിരുന്നു. കണ്ണമ്പറ വേല കഴിഞ്ഞ് വന്നപ്പോൾ ആനയുടെ മുകളിൽ നിന്ന് വീണു. അപ്പോൾ ആന തന്നെ വട്ടിക്കാട് സെൻറ്ററിലാണ് വീണത്. അപ്പോൾ ആന തന്നെ എടുത്ത് പട്ടയുണ്ടായിരുന്നു. ആനയുടെ ഏലത്ത് തൂങ്ങി ആന ചെമ്പൂത്ര അമ്പലത്തിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ അങ്ങനെ ടാക്സി പരിപാടിയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ആവുക. അവന് ഇഷ്ടമല്ലാത്തതല്ലേ മദ്യപാനം എന്ന് പറയുന്നത്? മദ്യപാനം പുള്ളി കഴിക്കില്ല. പുള്ളിക്ക് പേടിയാ. കഴിക്കില്ല. കൊടുത്തിട്ടുണ്ടോ എപ്പോഴും? കൊടുത്തിട്ടുണ്ട്, പക്ഷെ കഴിക്കില്ല. എന്താ പറഞ്ഞാ വേണ്ടെന്ന്? വേണ്ടെന്നല്ല, ചുറി അടിക്ക് പിടിക്കുള്ളൂ. ആണ്. ആ സ്വാദം ഇഷ്ടമല്ല. ഇല്ല. അപ്പോൾ കള്ളും പൊടി നമ്മൾ കൊടുക്കുന്ന നമ്മൾ കള്ളും പൊടിയും മരുന്നിനകത്തല്ലേ കൊടുക്കും. അല്ലാതെ മറ്റേ ലിക്കർ പുള്ളി വേണ്ട. നാടൻ കള്ളടിക്കോ? ആ കള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കള്ളും പൊടി കൂട്ടി കൊടുത്താൽ മാത്രം മരുന്നിന്റെ കൂടി കൊടുക്കും. അങ്ങനെ പൊതുവെ മദ്യവിരോധിയാ. കഴിക്കില്ല. പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം അടിക്കണമെന്ന് തോന്നി ഇവനെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യും? പുള്ളിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര പേടിയാ. അല്ല, നമ്മൾ 2 കഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇവന് ഇഷ്ടക്കുറവല്ലേ? നല്ല സ്നേഹമല്ല. നമ്മൾ അതിനെ ഉപദ്രവിക്കില്ല. കഴിഞ്ഞ 10 വർഷമായി സുനിയാണ് ദേവിദാസന്റെ പ്രധാന പാപ്പാൻ. ഉത്തർപ്രദേശിൽ നിന്നും സോൺപൂർ ആനച്ചന്ത വഴി കേരളത്തിലെത്തിയ ദേവിദാസന് ആദ്യകാലത്ത് കുറച്ചൊക്കെ ഇളക്കങ്ങളും വെകിളിത്തരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സുനി നിയന്ത്രണം ഏറ്റെടുത്തതോടെ ആന മര്യാദയുടെയും ചൊല്ലുവിളികളുടെയും നല്ല ശീലങ്ങൾ കുത്തിയിരുന്ന് കാണാപ്പാഠം പഠിച്ചു. ദേവിദാസനും സുനിയുമായുള്ള ഒരു ദശകത്തോളം നീളുന്ന സഹവാസത്തിനിടയിൽ ഒരിക്കൽ പോലും യാതൊരു എക്കച്ചെക്കലും പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ടില്ലെന്നതിന് കാലം സാക്ഷി. ചെമ്പൂത്രയിലും സമീപദേശങ്ങളിലുമുള്ള ആരാധകരുടെ തനത് ഭാഷയിൽ പറഞ്ഞാൽ അവർ പക്ക ഷൂട്ടല്ലേ. ഷൂട്ട് എന്ന് വെച്ചാൽ നല്ല സ്യൂട്ട് ആണെന്നാണ് വയ്പ്. ആനയും പാപ്പാനുമായുള്ള കൂട്ടുകച്ചവടം എന്ന് വെച്ചാൽ പൊതുവേ അത് ഉയരും വാരിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഞാണിന്മേൽ കളിയാണെങ്കിലും ആ ഇടപാട് സുനി പാപ്പാനും ചെമ്പൂത്ര ദേവിദാസനുമായിട്ടാവുമ്പോൾ ഈ പൊതുതത്വം മാറ്റി എഴുതേണ്ടി വരും. എന്തെന്നാൽ സ്വന്തം പാപ്പാൻ്റെ ഉയരെടുക്കണമെന്ന ദുശ്ചിന്ത അവൻ്റെ മനസ്സിൻ്റെ 7 അയലത്ത് പോലും കടന്നു വരികയില്ലെന്ന് മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട പാപ്പാന് ജീവന് ഒരാപത്ത് വരുന്നുവെന്ന് കണ്ടാൽ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ആഖ്യായികയിലെ ഭ്രാന്തൻ ചാന്താനെ പോലെ അടിയൻ ലച്ചിപ്പോവും എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് കളത്തിലേക്ക് എടുത്തു ചാടാനും അവന് മടിയില്ല. ഒരിക്കൽ തെക്കൻ നാട്ടിൽ വെച്ചായിരുന്നു ഏതൊരു പാപ്പാനും ദേവിദാസനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതിന് കാരണമായ ആ ഒരു സംഭവം അരങ്ങേറുന്നത്. ഒരു ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കത്തിനിടയിലായിരുന്നു കോട്ടയം സ്വദേശിയായ കിരൺ കണ്ണൻ ഒരു തെമ്മാടിത്തരത്തിന് മുതിർന്നത്. ദേവിദാസൻ എന്ന ചാണാശ്ശേരി ബാലഗോപാലൻ്റെ പാപ്പാന നേർക്ക് കുതിച്ചു ചാടിക്കൊണ്ട് ഒരു മിന്നലാക്രമണം. സത്യം പറഞ്ഞാൽ ദേവിദാസൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പാവം തൻ്റെ പാപ്പാൻ ജീവന് വേണ്ടി ഉരുണ്ട് പിരണ്ട് പിടയുന്നു. പക്ഷേ ദൈവത്തിൻ്റെ രക്ഷാകരത്തിനു വേണ്ടി കരഞ്ഞു വിളിച്ച് കാത്തു നിൽക്കാനല്ല, മറിച്ച് തെറിക്കുത്തരം മുറിപ്പത്തൽ തന്നെ എന്ന ഉത്തമ വിശ്വാസത്തോടെ അടർക്കളത്തിലേക്ക് എടുത്തു ചാടാനായിരുന്നു ദേവിദാസന് അപ്പോൾ തോന്നിയത്. ഒറ്റ കുതിപ്പിന് കണ്ണൻ എന്ന കുട്ടിച്ചട്ടമ്പിയെ ചോടോടെ കൊമ്പിലങ്ങ് വാരിയെന്ന് മാത്രമല്ല, നിലത്ത് നിർത്തും മുമ്പ് കാര്യമായി 2 മേടും കൊടുത്തു. വിചാരണകൾക്കും തെളിവെടുപ്പിനുമൊന്നും കാത്തു നിൽക്കാതെ
ഉടനടി ശിക്ഷ വിധിച്ച് അത് നടപ്പിലാക്കാൻ കുതിച്ചുപാഞ്ഞ ദേവിദാസന്റെ ക്രോധാഗ്നിയിൽ നിന്നും രക്ഷ നേടാൻ തൊട്ടടുത്ത വീട്ടിൽ കയറി പോലീസ് എത്തും വരെ ഒളിച്ചിരിക്കുവാനോ കോട്ടയത്തിനുള്ള ആദ്യത്തെ വണ്ടിക്ക് തന്നെ തടിയും കൊണ്ട് രക്ഷപ്പെടുവാനോ കണ്ണൻ തിരുമാലി തയ്യാറാകേണ്ടി വന്നു എന്നാണ് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നത്. ദേവിദാസന്റെയും പ്രിയപ്പെട്ട പാപ്പാന്റെയും ദിനസരി കുറിപ്പുകളിൽ സ്നേഹ സൗഹൃദങ്ങളുടെ അമൃതം നുരയുന്ന ഇത്തരം അനവധി കഥകളുണ്ട്. ഇവന് ഇഷ്ടം തോന്നുന്ന പിടിയാനകൾ വല്ലതും ഉണ്ടാവുമോ? ഇഷ്ടം തോന്നുന്നത് ഞങ്ങള് കോട്ടയത്ത് ഒരു പരിപാടിക്ക് പോയത്, അത് പഴയ ഉടമസ്ഥൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഗിരിജാന്ന് അതിന് പിടിയാന കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീരിന്ന് വെച്ചുകൊണ്ട് പോണ ടൈമായിരുന്നു. ഫസ്റ്റ് കൊല്ലം ചന്ദ്രൻ്റെ അടുത്ത് വെച്ചു. അപ്പം കങ്ങാട് അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിയൊരു പിടിയാനെ കണ്ടു. അപ്പോൾ അത് ഇച്ചിരി ഇതൊക്കെയായി. എന്നിട്ട് ആ പിടിയാനേ പോലുള്ള രണ്ടുപേരും പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകണം. അപ്പോൾ ഞങ്ങൾ ശബരിമല കഴിക്കാനുണ്ട് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്താ ചെയ്യാന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നല്ലൊരു പിടിയാനായിരുന്നു. അത് രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഗിരിജയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ മേടിച്ച പിന്നെ ഞങ്ങൾ പിന്നെ ചങ്ങനാശ്ശേരി ആ ഭാഗത്തേക്കൊന്നും പരിപാടിക്ക് വരലുണ്ട്. ഇവിടെ മേടിച്ച പിന്നെ ഞങ്ങൾ ഉണ്ട് ആ കുന്നുന്നാൻ ആ ഭാഗത്ത്. ഈ ചെമ്പൂത്രക്കാരോട് ദേവസ്വംകാരോട് പറഞ്ഞിട്ട് ആ ഗിരിജയെ കൂടി ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നിട്ട് ഒന്ന് പറയാൻ പാടില്ലേ? പുള്ളിക്ക് ഭയങ്കര താല്പര്യപ്പെട്ട ഒരു ആനക്കുട്ടിയായിരുന്നു അല്ലേ? നമ്മളിപ്പോ ഈ ഗിരിജ എന്ന് പറഞ്ഞത് അവന് ഒരു ഓർമ്മയിൽ കിട്ടുമോ? കിട്ടാൻ സാധ്യതയുണ്ടോ? സുനിയുടെ ഒരു ഇത്ര നാളത്തെ അനുഭവം വെച്ച് ഒരു 8 കൊല്ലം അടുത്തുണ്ടാവും ആണല്ലേ? ഒരു വർഷം മറന്നു കാണും അല്ലേ? ചിലപ്പോ ഒരു 4-5 വർഷം കഴിയുമ്പോൾ പാപ്പാന്മാരെയൊക്കെ മറക്കാറില്ലേ? എന്നെ അങ്ങനെ മറന്നിട്ടില്ല. ഞാൻ അല്ല, ഈ 2-3 വർഷം മുമ്പ് പണിയെടുത്തിട്ട് മാറുന്ന പാപ്പാനെ മറന്നു പോകാറില്ലേ ആനകള്? ഞാനിവിടെ ഒന്ന് ഒഴിവായി പോയായിരുന്നു, പോയി ചെമ്പൂത്രമ്പലത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ ആന തന്നെ ഇറങ്ങി. ഉത്തർപ്രദേശ് വാസവും അതിനുശേഷമുള്ള ചാണാശ്ശേരി ദിനങ്ങളുമൊക്കെ ഉൾപ്പെട്ട പൂർവാശ്രമത്തെക്കുറിച്ച് ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു സന്യാസി മനസ്സിൻ്റെ നിസ്സംഗതയും നിർമ്മമതയുമായാണ് ദേവിദാസൻ നാൾ നീക്കുന്നത് എന്നൊക്കെ ഒരു ഭംഗിവാക്കിന് വേണമെങ്കിൽ പറയാം. പക്ഷേ എത്ര വലിയ കരിമ്പടമിട്ട് തലവഴി മൂടിപ്പുതച്ച് കിടന്നാലും പെരുവിരൽ മുതൽ ഉച്ചാന്തല വരെ അരിച്ചു കയറുന്ന സുഖമുള്ളൊരു കുളിരായി ചങ്ങനാശ്ശേരി ഗിരിജയുടെ ഓർമ്മകൾ ഇന്നും അവനെ പിന്തുടരുന്നുണ്ടാവും, വേട്ടയാടുന്നുണ്ടാവും. ഇത് ഞങ്ങളുടെ ചിത്രീകരണത്തിനിടയിൽ പാപ്പാൻ സുനിയുടെ വീട്ടിലേക്ക് ദേവിദാസനൊപ്പം കടന്നു ചെന്ന നിമിഷങ്ങൾ. ആനകളും ഉത്സവങ്ങളും നാൾക്കുനാൾ പെരുകി വരുന്ന മലയാള നാട്ടിൽ ആന ഇടച്ചിലുകളും ആന കലാപങ്ങളും ദൃശ്യമാധ്യമങ്ങൾ ചൂടോടെ തന്നെ എരിവും പുളിയും ചേർത്ത് വെച്ചു വിളമ്പുന്ന ഭാർഗവക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരാനയ്ക്കൊപ്പം നടന്നും നടത്തിച്ചും വയറ്റുപിഴപ്പിനുള്ള വക തേടുന്നവർ ആനത്തൊഴിലാളികൾ. പാവം കുടുംബനാഥൻ തിരിച്ചെത്തും വരെ തീർച്ചയായും അവരുടെ കുടുംബം ഇത്തിരിയെങ്കിലും ആശങ്കയുടെയും പിരിമുറുക്കത്തിൻ്റെയും നിഴലിലായിരിക്കും കഴിഞ്ഞുകൂടുന്നത്. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട പാപ്പാൻ്റെ ജീവൻ മറ്റൊരാനയുടെ കൊമ്പുകൾക്കിടയിൽ നിന്നും രക്ഷിച്ച ദേവിദാസിനെ പോലൊരു വിശിഷ്ട അതിഥി വീട്ടിലേക്ക് എത്തുമ്പോൾ പാപ്പാൻ്റെ കുടുംബത്തിൽ അത് ഉത്സവ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുമെന്ന് എടുത്തു പറയേണ്ടതുണ്ടോ? അതെ, ഒരിക്കൽ കുടുംബത്തെ ചൊല്ലി ദേവിദാസിനെ കൈവിട്ടു പോകേണ്ടി വന്ന സുനി ഇപ്പോൾ കുടുംബത്തോടൊപ്പം ദേവിദാസന്റെ നാട്ടിൽ തന്നെ കൂടിയിരിക്കുന്നു. കേരളത്തിലെ പേരുകെട്ട ആനകൾ ഒരുപാടുണ്ട്. ആ നിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ ദേവിദാസ്. എന്താണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ്? ആനം ഒരു രംഗത്തെ ഒരു ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ദേവിദാസിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ്? ദേവിദാസിന് ഇപ്പോൾ നല്ലൊരു മാർക്കറ്റാണ്. നല്ല നല്ല അക്കങ്ങൾ വരുന്നുണ്ട്. നല്ല നല്ല ഉത്സവങ്ങൾക്ക് ദേവിദാസനെ ക്ഷണിക്കുന്നുണ്ട്. അതിലിപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം, നെമ്മാറ വേല, കണ്ണമ്പ്ര വേല, ഉത്രാളികാവ് വേല, അങ്ങനെയുള്ള ഉത്സവങ്ങളിൽ കംപ്ലീറ്റ് ദേവിദാസനെ കൊണ്ടുപോകാനും പങ്കെടുക്കാറുണ്ട്. നല്ലൊരു അമ്പലത്തിന് വരുമാനമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഒരു വർഷം ദേവിദാസിൽ നിന്ന് കാര്യമായ വരുമാനം കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭൂരിഭാഗം ദേവിദാസൻ തന്നെ ചെലവഴിക്കുകയാണ്. അങ്ങനെ തന്നെ സുഖചികിത്സയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ദേവിദാസൻ തന്നെ ചെലവഴിക്കുക. അങ്ങനെ തന്നെ നിങ്ങൾ കാര്യമായിട്ട് അവനെയും തിരിച്ച് അതേപോലെ ശ്രദ്ധിക്കേണ്ട. ഈ ദേവിദാസന് വേണ്ടി നിങ്ങൾ അധിക ചിലവൊന്നും കണ്ടെത്തേണ്ടി വരുന്നില്ല. പുറത്തുനിന്ന് ഇപ്പോൾ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പുണ്ട്. അങ്ങനെയാണ് ദേവിദാസൻ നമ്മളോടുള്ള ഇത്. ഓരോ കൊല്ലം കൂടി വരുമ്പോൾ അക്കങ്ങൾ കൂടുന്നുണ്ട്, വരുമാനം
അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പൊ പൊതുവെ കേരളത്തിലെ ആനകളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഏക്കത്തുക കാര്യമായിട്ടൊന്ന് വർദ്ധിച്ചൊരു വർഷമാണല്ലോ ഈ കൊല്ലം. ഈ കഴിഞ്ഞ കൊല്ലം അതിലും കൂടുതൽ വർദ്ധിക്കാൻ ചാൻസ് ഉള്ള കൊല്ലം കൂടിയാണ്. എന്തായിരിക്കും ആനകളോട് ഇത്ര ആനകളുടെ ഏക്കവും ഇത്ര ഉത്സവ കമ്മിറ്റികളെല്ലാം ഇത്ര അധികം ഏക്കത്തുക വർദ്ധിക്കാനൊരു കാരണം? വർദ്ധിക്കാൻ ഉത്സവങ്ങളിലെ ജനങ്ങളോട് ആനകളോടുള്ളൊരു കമ്പം കൂടി വരിക, അത് തന്നെയാണ്. ഉടമയ്ക്ക് ദോഷമായേക്കാമെന്ന വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം, അതാണ് ഏതൊരു 16 നഖക്കാരനെയും ആജീവനാന്തം പിന്തുടരാറുള്ളതെങ്കിലും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ എല്ലാ ദോഷത്തിനും പരിഹാരമുണ്ടെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാവാം ചെമ്പോത്ര കൊടുങ്ങല്ലൂർ കാവുകാർ ചാണാശ്ശേരി ബാലഗോപാലനെ തങ്ങളുടെ സ്വന്തം ദേവീദാസനാക്കി വാഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ക്ഷേത്രത്തിലെത്തിയതോടെ 16 നഖത്തിൻ്റെ മാത്രമല്ല, സർവത്ര ദൃഷ്ടിദോഷവും കാലം വേരോടെ പിഴുതെടുത്തുവെന്നത് പിൽക്കാല ചരിത്രം. 16 നഖവും പിന്നെ തുളവീണ കൊമ്പുകളുമായി നിന്ന ഒരാനപ്പാവത്തിനെ തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ചെമ്പോത്രക്കാർ എത്തിച്ചേരുന്നതിന് എന്തെന്നില്ലാത്ത നാടകീയതകളും ആകസ്മികതകളും ഉണ്ടായിരുന്നു. ദേവീദാസൻ ഇങ്ങോട്ട് എത്തും മുമ്പ് ക്ഷേത്രത്തിലേക്ക് വാങ്ങുവാനായി ദേവസ്വംകാർ ആലോചിച്ചതും സമീപിച്ചതുമായ 10 ആനകളിൽ 7 പേർ ഇന്ന് ജീവനോടെ ഇല്ലെന്നത് ഇത്തിരി അത്ഭുതത്തോടും അതിശയോക്തിയോടും കൂടിയാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ആനയെ മേടിക്കാൻ അലഞ്ഞു നടന്ന് ഇഷ്ടപ്പെടുന്നതിനെ കയ്യിൽ കിട്ടാതെയും കിട്ടാൻ സാധ്യതയുള്ളതിനെ മനസ്സിന് പിടിക്കാതെയും അന്തമില്ലാതെ നീണ്ടുപോകുന്ന അന്വേഷണത്തിനൊടുവിലാണ് എന്തായാലും ശരി, ഇനി ഒന്നിനെ വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നുറപ്പിച്ച് 3 ആനകളുടെ ഫോട്ടോയുമായി ഒരു കുറ്റനാട്ടുകാരൻ ജ്യോത്സ്യരുടെ അടുത്തെത്തുന്നത്. പക്ഷെ ജ്യോത്സ്യരുടെ വീട്ടിലേക്ക് കയറുമ്പോഴും 3 എണ്ണത്തിൽ ഏറ്റവും പാഴ് എന്ന് പറയാവുന്ന ചാണാശ്ശേരി രാജഗോപാലൻ്റെ ഫോട്ടോ മാത്രം കാറിൽ നിന്ന് എടുത്തിരുന്നില്ല. പക്ഷേ കിട്ടിയ 2 ഫോട്ടോകളും വെച്ച് കവടി നിരത്തിയ ജ്യോത്സ്യർ തീർത്തു പറഞ്ഞു, വേണ്ട, ദേവിക്ക് അത്ര ബോധിച്ചിട്ടില്ല. പെണ്ണ് കണ്ട് നടന്ന് കാല് തേഞ്ഞപ്പോൾ ഇനി എന്തായാലും സമ്മതം എന്ന് പറയുന്നത് പോലെ ആയിരുന്നു അവസാനം 16 നഖക്കാരൻ എടമ്പിരിക്കോലത്തിൻ്റെ ഫോട്ടോ ജ്യോത്സ്യരെ ഏൽപ്പിക്കുന്നത്. പക്ഷേ നിനക്കുള്ള ധാന്യമണിയിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിൽ തന്നെ ജ്യോത്സ്യരുടെ മുഖം തെളിഞ്ഞു, ഒപ്പം ദേവിയുടെയും. ഇനി കൂടുതലൊന്നും നോക്കാനില്ല, അവനെ തന്നെ ഉറപ്പിച്ചോളൂ എന്ന് ജ്യോത്സ്യരുടെ ഗ്യാരണ്ടി. ചെന്ന് ചോദിക്കുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ആനയെ നൽകുവാൻ ഉടമയ്ക്ക് സൽബുദ്ധി തോന്നിപ്പിക്കുവാനായി ദേവിക്ക് 11 ദിവസം കടുംമധുര പായസം നിവേദിക്കുവാനും കൽപ്പിച്ചു ജ്യോത്സ്യർ. എങ്കിലും ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അന്നത്തെ ഉടമയായ ചാണാശ്ശേരി ചന്ദ്രൻ പച്ചക്കൊടി വീശി. അങ്ങനെ ചെമ്പോത്ര ക്ഷേത്രത്തിന് സ്വന്തം ആന എന്ന സ്വപ്നം സഫലമായി തീരുകയും ചെയ്തു. ചേച്ചി പിന്നെ കാണാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷമായി. ഇവിടെ അടുത്താണ് തൊട്ടടുത്ത് വീട്. ആനപ്പാപ്പ അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത് വരും, വെള്ളം കൊടുക്കും, പട്ടിയിട്ട് കൊടുക്കും. നല്ല ആനയാണ്, അടുത്ത് വരും. ഞങ്ങൾ അവനൊരു കുറുമ്പില് നല്ല ആനയാണ്. അല്ല, ഞങ്ങളിവിടെ വരുമ്പോൾ പട്ട കാണുമ്പോൾ എടുത്തിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കാറുണ്ട്. നല്ല ആനയാണ്, നല്ല അഭിപ്രായമാണ് എൻ്റെ. ഓ ഇല്ല, ഒട്ടും പേടിയില്ല. അടുത്തൂടെ പോകുമ്പോ പട്ടിക എടുത്തിട്ട് കൊടുക്കാറുണ്ട്. അല്ലല്ല, ദേവിദാസിന്റെ അടുത്ത് മാത്രം. ഇല്ല, എത്ര ധൈര്യം കാണിച്ചിട്ടില്ല. ഈ ദേവിദാസിന്റെ അടുത്ത് ധൈര്യം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവനോട് ഇത്ര അടുപ്പമുണ്ടാകാൻ കാര്യം? ആന നല്ല ആനയായതുകൊണ്ട്. നല്ല ആനയാണെന്നുള്ള വിശ്വാസം എന്താ? നല്ല കണ്ട തൊട്ടുകൊണ്ട് നല്ല വിശ്വാസം. ഇതുവരെ ഒരു കുറുമ്പം കാണിച്ചില്ല? ഇല്ല. അവൻ ആരോട് ഉടക്കണ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ പാപ്പന്മാരോട് പോലും ഇല്ല. ഇത്രയും ആന ഇപ്പൊ ഇത്രയും അടുത്താണ്. ഞങ്ങൾ ഇത്ര ഇതാണ് വീട്. ഞാൻ കണ്ടോണ്ട് നല്ല അഭിപ്രായമാണ്, നല്ല ആനയാണ് ദേവിദാസ്. ഇല്ല, മതപ്പാടില് ഇത്തിരി ഒരു കുറുമ്പ് കാണിക്കാറുണ്ട്. ഇല്ല. തൃശൂർ ജില്ലയിലെ ഒരുവിധപ്പെട്ട പേരുകേട്ട ക്ഷേത്രങ്ങൾക്കെല്ലാം ആനകൾ ഉള്ളപ്പോൾ, ആനകളുടെ പേരിൽ ദേശങ്ങൾ തന്നെ അറിയപ്പെടുമ്പോൾ, എല്ലാവരെയും പോലെ തങ്ങൾക്കും ഒരാന വേണമെന്ന ആഗ്രഹത്തോടെ ചെമ്പോത്ര കൊടുങ്ങല്ലൂർക്കാവ് ദേവസ്വവും 48 ദേശക്കാരും ചേർന്ന്
5 വർഷങ്ങൾക്കപ്പുറം സ്വന്തമാക്കിയ വെറും ഒരു ശരാശരിക്കാരൻ കൊമ്പൻ. പക്ഷേ ആരുടെയൊക്കെയോ പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടെയും ഫലമായി പിന്നീടവൻ ഒരു ഉദയസൂര്യൻ്റെ തേജസ്സോടെ പ്രശസ്തിയിലേക്കും പെരുമയിലേക്കും ചുവടുകൾ വച്ചു. കേരള നാട്ടിലെ വരുംകാല വീരന്മാരെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന യുവരാജാക്കന്മാരുടെ നിരയിലെ സ്വപ്ന സിംഹാസനങ്ങൾ ഒന്നൊന്നായി അവൻ്റെ രാജസൂയങ്ങൾക്ക് മുന്നിൽ തലവണങ്ങി നിൽക്കുന്നതും സമകാലിക യാഥാർത്ഥ്യം. അതെ, ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആവേശമായി, ചെമ്പോത്രക്കാരുടെ മുഴുവൻ അഭിമാനമായി ചെമ്പോത്ര ദേവിദാസൻ എന്ന യുവ തുർക്കി പടഹമടിച്ചു മുന്നേറുമ്പോൾ ചെമ്പോത്ര എന്ന കൊച്ചു ദേശത്തിൻ്റെ നാമവും വിശ്വവിഹായസോളം വളരുക തന്നെയാണെന്ന് ഒരു നാട് ഒറ്റക്കെട്ടായി കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. ആരിലും വിസ്മയമുണർത്തുന്ന ദേവിദാസൻ്റെ അസൂയാവഹമായ വളർച്ചയും ഉയർച്ചയും അങ്ങനെ സ്വപ്നം കാണാൻ അവൻ്റെ നാട്ടുകാരെ പ്രേരിപ്പിക്കുന്നു. അതെ, ചെമ്പോത്ര ദേവിദാസൻ എന്ന തങ്ങളുടെ യുവകേസരിയുടെ ചുറ്റുമായി തങ്ങൾ നെയ്തു കൂട്ടുന്ന 1000 ചിറകുള്ള സ്വപ്നങ്ങൾ, അത് വെറും ദിവാസ്വപ്നങ്ങളല്ലെന്നും ആവില്ലെന്നും ഉറച്ച വിശ്വാസമുള്ളവരാണ് ചെമ്പോത്രക്കാർ. എന്തെന്നാൽ വെറും 34 വയസ്സിനുള്ളിൽ അവൻ വെട്ടിപ്പിടിച്ച വിജയങ്ങൾ, നേട്ടങ്ങൾ കൂടുതൽ കൂടുതൽ പ്രതീക്ഷിക്കുവാൻ ആരെയും പ്രചോദിപ്പിക്കുവാൻ പോന്നവ തന്നെയാണ്. കേരളത്തിലെ, വിശേഷിച്ചും തൃശൂർ പാലക്കാടൻ മേഖലയിലെ പുകഴ്പെറ്റ ഉത്സവ ആഘോഷങ്ങളിലെല്ലാം പ്രധാന താരമായി നെറ്റിപ്പട്ടം കെട്ടാൻ ഇന്ന് ചെമ്പോത്ര ദേവിദാസനുണ്ട്. അനേകം ആനകൾ ഒന്നിച്ചണിനിരക്കുന്ന, ഒന്നിനൊന്ന് മാറ്റുരയ്ക്കുന്ന ചേറ്റുവാ നേർച്ചയിൽ 4 വർഷം ട്രോഫിയിൽ മുത്തമിട്ട് തൻ്റെ അജയ്യത വിളംബരം ചെയ്യുവാനും അവന് കഴിഞ്ഞു. എന്തിനധികം പറയുന്നു, വിശ്വവിസ്മയമായ തൃശൂർ പൂരത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ തെക്കോട്ടിറക്കത്തിലെ 15-ൽ ഒരുവനാവുകയെന്നത് കേരളത്തിലെ നാട്ടാനകളുടെ സർവജ്ഞപീഠമാണെങ്കിൽ 2006-ലെ പൂരത്തിന് വലത്തെ 2ാം കൂട്ടായി അവൻ ഇടം പിടിച്ചു എന്നത് തന്നെ വ്യക്തമായ ചൂണ്ടുപലകയാണ്. ദൈവം സഹായിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ ഇവൻ വളരും ചെയ്യും, കൊമ്പിൻ്റെ ഓട്ടം മാറും, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ദേവി തന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ തുള ഞങ്ങൾക്ക് ബാധ്യസ്ഥയാണെങ്കിലും കൂടിയിട്ട് ഈ തുളയുടെ പേരിൽ ഈ ആന അറിയപ്പെട്ടുകൊണ്ടിരുന്നിട്ടുള്ളൂ. 101 ആനകൾ നിരന്ന ക്ഷേത്രത്തിൽ പോയി പരിപാടി എടുത്താലും തുള കണ്ടവർ ചെമ്പോത്ര ദേവദാസനല്ലേ, നെയിം പ്ലേറ്റ് പോലും വേണ്ട. അങ്ങനെയാണ് ഈ ആന്റെ ഏറ്റവും പ്രത്യേകതകളൊന്ന് അത് തന്നെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും 10 അടിക്ക് വളർച്ച കണ്ടറിയാമല്ലോ. അപ്പൊ ഒരുപാട് പരിപാടികളായിട്ട് പോകുമ്പോ തന്നെ കാണുമ്പോ തന്നെ അറിയാമല്ലോ ഏത് ആനയുടെ അടുത്തായാലും. പിന്നെ സ്വാഭാവികമായിട്ടൊരു നിലവുണ്ടാണെങ്കിൽ അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവന് നിങ്ങളുടെ നിങ്ങളുടെ ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ നാട്ടുകാരോടുള്ള ഇവന്റെ പെരുമാറ്റം എങ്ങനെയാണ്? കുട്ടികൾ കളിക്കാന്നുണ്ടെങ്കിൽ അതിനോട് ആള് ശ്രദ്ധിച്ചു നിൽക്കും നല്ല രീതിയിൽ. അമ്പലത്തിന്റെ അടുത്ത് തന്നെ പറമ്പിൽ ആന കെട്ടിയിരിക്കുന്ന സമയത്ത് പിള്ളേര് പന്ത് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പന്ത് കാലിന്റെ ഇടയ്ക്ക് പോയി, അപ്പൊ ആന കാലുകൊണ്ട് തട്ടി എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടാനകളുടെ ചരിത്രം എഴുതുമ്പോൾ നാളും പക്കവും ലക്ഷണവും വളർച്ചയും നോക്കി നാളെയുടെ തമ്പുരാക്കന്മാരെ പ്രവചിക്കുമ്പോൾ അവിടെ ഒന്നാമന്മാരിലെ ഒന്നാമനാവാൻ തീർച്ചയായും ഈ ചെമ്പോത്ര ദേവിദാസനുമുണ്ടാവും. അതെ, ചെമ്പോത്ര ദേവിദാസന്റെ തിരുവിളയാട്ടങ്ങൾ, തിരുപ്പുറപ്പാടുകൾ അതിനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അതുല്യസുന്ദരമായ ഉയരപ്രഭാവവും ലക്ഷണചാരുതയും കൊണ്ട് ചരിത്രത്തിലേക്ക് നടന്നു കയറുകയും ഒപ്പം ചരിത്രം രചിക്കുകയും ചെയ്യുന്ന ചെമ്പോത്ര ദേവിദാസന്റെ ദിനങ്ങൾക്കായി കാലമേ കാത്തിരിക്കൂ.